അപ്പോൾ 6 വർഷത്തിന് ശേഷം എൻ്റെ പുതിയ ഫോണിലെടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ് ഇത്. പുതിയ ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതാണെന്ന്. വിവോ X300 അടിപൊളി ക്യാമറയാണ് കേട്ടോ. അപ്പോൾ അതിലെടുത്ത ആദ്യത്തെ വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. കുറച്ച് മുന്നേയൊക്കെ ഞാൻ ഇടുന്നത് പഴയ എൻ്റെ ഫോണിലെടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അതായത് ഇവരുടെ അച്ഛൻ വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരുപാട് സർപ്രൈസൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ മേഴത്തൂർ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷനല്ല, ഒരു പാട്ട് നടക്കുന്നുണ്ട് അമ്പലത്തിൽ, മനക്കിൽക്കാരുടെയാണ്. അപ്പോൾ അവർ നടത്തുന്നൊരു പാട്ടാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അവരുടെ തന്നെ വേണ്ടപ്പെട്ടവരാണ് കേട്ടോ. അപ്പോട്ടൻ്റെ വീട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവരാണ് അവർ. അപ്പം അവിടുത്തെ കുറച്ച് സംഭവങ്ങളും പാട്ടും ഒക്കെയാണ് കാണുന്നത്. നിങ്ങൾ ഇതിൽ കാണാൻ പോകണം കേട്ടോ. കുറച്ചൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളൂ, കാരണം ഇതിൽ കൂടുതൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പിന്നൊക്കെ നിങ്ങൾക്ക് കാണുന്നതാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടോ, അമ്പലത്തിൽ ഇങ്ങനെ കാളമെഴുത്ത് പാട്ടുണ്ടോ, പാട്ട് കൂറ ഇടുക എന്നാണ് കേട്ടോ പറയുക. ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എങ്ങനെ ഉണ്ടെന്ന്. ഇത് താലെടുക്കുന്നതാണ് കേട്ടോ. ആദ്യം അവരുടെ മനക്കിലെ വീട്ടുകാരനെ ബ്രാഹ്മൺസ് ആണല്ലോ അവർ നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ 3 വട്ടം ഇങ്ങനെ താലെടുത്തിട്ട് പ്രദക്ഷിണം വെക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെയാണ് നാട്ടുകാർക്കും ഒക്കെ താലെടുക്കാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ ബേബിക്കുട്ടി താലെടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ താലെടുത്തില്ല കേട്ടോ. അവിടെ ഏട്ടൻ്റെ വീട്ടിലുള്ളവരൊക്കെ താലെടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ താലെടുത്തില്ല. കാരണം ഇവൻ സമ്മതിക്കില്ല വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ താലെടുക്കാറുമില്ല, പണ്ട് തൊട്ടിട്ട് ഞങ്ങൾ താലെടുക്കാറില്ല. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ ഇവരൊക്കെ ഇതാ താലെടുത്തിട്ട് 3 വട്ടം പ്രദക്ഷിണം ചെയ്യണതാണ് കേട്ടോ കാണുന്നത്. അത് മത്സരിച്ചിട്ടുണ്ട്. എടുക്കുക കേട്ടോ. ബേബി താലെടുക്കിടുകയുണ്ട്. ഈ ടൈം എത്തിയപ്പോൾ ഇവർ താലെടുക്കുകയാണല്ലോ. താലെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് എത്തിയപ്പോൾ ബേബി താലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവ അവളുടെ അമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്നപ്പോൾ ഈ വേദുവിനൊരാഗ്രഹം, അവനെയും താലെടുക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണില്ലാണ്ട്. അവൻ്റെ അമ്മയുടെ സിദ്ധു അവൻ്റെ അമ്മയുടെ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് വേദു കുറച്ച് നേരം അവിടെ നിന്ന് കരഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനെ മനസ്സ് മാറ്റി കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് പണി പാളിയായിരുന്നു. പിന്നെ അവനൊരു ക്യാമറ ഒക്കെ പിടിച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് നേരം നിങ്ങൾ ഇത് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് എന്ന്. ഇല്ല
ബേബി 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 ഉണ്ണി മാർക്കടാ. കുത്തും അതിന് കുറേ വട്ടം കുത്തി ചെയ്യതാ. ബേബി ബേബി നോക്ക്. വെളിച്ചപ്പാടിൻ്റെ ആ ചാട്ടത്തിന് ശേഷം ഇതാ വെളിച്ചപ്പാട് കൽപ്പന ചൊല്ലുക എന്ന് പറയുമല്ലോ, അതിന് വേണ്ടി പോവാണ് കേട്ടോ. അത് ഞാൻ അതിൽ ആഡ് ചെയ്യും, വോയിസ് ഓവർ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളത് ചെയ്യണ്ടല്ലോ, അവരുടെ കുടുംബക്കാരോട് പറയുകയാണ്. അങ്ങനെ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും കേട്ടോ കൽപ്പന ചൊല്ലുക എന്ന് പറയുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ പറയാവും.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചപ്പാട് കളം മായ്ക്കുന്നതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോയി കേട്ടോ. 4 ദിവസം ഒറ്റയ്ക്കാണ് പരിപാടി, ഞങ്ങൾക്ക് ഒരു ദിവസമേ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ കേട്ടോ. ഇതാണ് വെളിച്ചപ്പാട്, അത് കഴിഞ്ഞ് കളമൊക്കെ മായ്ക്കുന്ന രംഗം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പണ്ടത്തെ ഓരോരോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ ആളുകൾക്ക് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ പണ്ടത്തെ ഒരു രീതികളൊക്കെ കാണിച്ചു തരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. മാറ് മാറ്